നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാറേ, നമുക്കാർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലാ അവളുടെ ഓരോ നീക്കങ്ങളും. പൂക്കളിൽ വിഷം തളിച്ച് ഒരാളെ കൊല്ലാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കോ? ഇല്ലല്ലോ. എന്നാ അവൾ അത് ചിന്തിച്ച് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ ചീറ്റിപ്പോയി. വിശാല് വിവാഹം കഴിക്കാനിരിക്കുന്ന പെൺകുട്ടി അത് കൈയോടെ പൊക്കി. അതോടെ ആ പെൺകുട്ടി അവളുടെ ശത്രുവായി. ചുരുക്കം പറഞ്ഞ ഞങ്ങളെല്ലാവരും ഇപ്പൊ അവളുടെ ശത്രുക്കളാ. ജാസ്മിൻ എന്ന് പേരുള്ള നല്ലവളായ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം വരെ അവള് ചെയ്തു. ദൈവഭാഗ്യം കൊണ്ട് അത് സംഭവിച്ചില്ല. അറസ്റ്റ് ചെയ്യാൻ വന്നത് ആ CA അരവിന്ദനായിരുന്നു. ശരി പ്രതാപ, ഞാനത് അന്വേഷിക്കട്ടെ. സർ, ഞങ്ങൾക്ക് അവളെ പേടിക്കാതെ കിടന്നുറങ്ങാൻ കഴിയണം. പ്രലോഭനങ്ങൾക്കോ ഭീഷണികൾക്കോ വഴങ്ങാത്ത ആളാണ് സാറെന്ന് ചേച്ചിക്ക് എനിക്കും ഈ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവർക്കും അറിയാം. എങ്കിലും പാർവതിയെ സാർ അറസ്റ്റ് ചെയ്ത സാറിന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒന്ന് സാറിന് ഞങ്ങൾ തന്നിരിക്കും. അത് കൈക്കൂലിയല്ല, ഞങ്ങളുടെ ഒരു സന്തോഷം. ഇന്ന് തന്നെ സംഭവിക്കുമെന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സാറൊന്ന് മനസ്സ് വെച്ചാ അത്രയും നല്ലത്. ഞാൻ വരുന്നുണ്ടെന്ന് പ്രഭാവതിയോട് പറഞ്ഞേക്ക്. മതി, ഇത്രയും കേട്ടാ മതി. എന്നാ പ്രതാപം പൊക്കോട്ടെ പ്ലീസ്. താങ്ക് യു സർ. താങ്ക് യു. പ്രതാപനെ കാണുന്നില്ലല്ലോ. പോയ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറയേണ്ടതാ. DYSPയെ കൺവിൻസ് ചെയ്യിക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ മറ്റു വഴികൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ചേച്ചി, ചേച്ചി, എന്തായി പ്രതാപ? ഞാൻ ഏറ്റ കാര്യങ്ങൾ എന്തെങ്കിലും ഇതുവരെ നടക്കാതിരുന്നിട്ടുണ്ടോ ചേച്ചി? കാര്യഗൗരവമുള്ളവൻ പോയാ കാര്യസാധ്യം ഒന്ന് കേട്ടിട്ടില്ലേ? എടാ, നിന്നെ സംശയം ഉള്ളത് കൊണ്ട് ചോദിച്ചതല്ല. അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി, അത്രേ ഉള്ളൂ. എന്നാ കേട്ടോ, പാർവതിയുടെ ശല്യം ഇന്നത്തോടെ തീരും. എടാ, നീ ഈ പറയുന്നത് സത്യമാണോ? എന്റെ ചേച്ചി, പച്ചയായ സത്യം. നിന്റെ കോള് കാണാതായപ്പോ നമ്മുടെ പ്ലാൻ നടക്കില്ല എന്നാ ഞാൻ കരുതിയത്. ഞാനേ മനഃപൂർവ്വം ഫോൺ ചെയ്യായിരുന്നേ. ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിലേ ചേച്ചിയുടെ മുഖത്തെ ഈ സന്തോഷം നേരിട്ട് കാണാൻ പറ്റുമായിരുന്നോ? ഇല്ല. പാർവതിയുടെ ഫാൻസുകാർക്ക് ഇന്ന് ഇവിടെ നെഞ്ചത്തടിച്ച് കരയും ചേച്ചി. നമ്മുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ. അവള് നെഞ്ചത്തടിച്ച് അലമുറയിട്ട് കരയട്ടെ പ്രതാപ. രാധികയും ഗാർഗിയും അമ്മയും ഗോപിയേട്ടനും, പിന്നെ എന്റെ ഒരു ഇളയ സന്തതി ഉണ്ടല്ലോ, അവൻ ഉൾപ്പെടെ നെഞ്ചത്തടിച്ച് തന്നെ കരയണം. അത് കൺകുളിർക്കെ കണ്ട് നമുക്ക് കൈകൊട്ടി ചിരിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.